നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു മിക്സർ ഉണ്ട്. ആ മിക്സറിന് ഇതേപോലെ XLR ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഈ കാണുന്ന സൈസ് ഇൻപുട്ട് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടും നിങ്ങളിപ്പോഴും ഇതേപോലത്തെ പിന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പമെന്നും ഈ XLR ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നുള്ളതും പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് ഒരു മൈക്കിൻ്റെ കേബിള്. ഈ കേബിളിനകത്ത് 3 വയറുകളാണ് വരുന്നത്. ഒരെണ്ണം ഗ്രൗണ്ടും 2 എണ്ണം സിഗ്നലും. അതിൽ സിഗ്നലിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും എന്ന് നമുക്ക് പറയാം. ഇതാണ് ഒരു ഫോണോ കണക്ടർ അല്ലെങ്കിൽ TS കണക്ടർ എന്ന് നമുക്ക് പറയാം. ഇത് ഒരു XLR മെയിൽ കണക്ടറാണ്. ഇത് ഞാനിവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. നോക്കുക, ഇതിനകവശം ഇതേപോലെ ആയിരിക്കും വരിക. XLR മെയിൽ കണക്ടർ കണ്ടോ? ഇത് ഒരു XLR ഫീമെയിൽ കണക്ടറാണ്. ഇത് ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഉള്ളത്. ഈ 2 കണക്ടറുകൾ നോക്കിക്കോ. ഇതിൽ രണ്ടിലും 3 കണക്ഷനുകൾ കൊടുക്കാനുള്ള സ്ഥലം കാണാം. കണ്ടോ? 3 കണക്ഷനുകൾ കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ 2 കണക്ഷൻ കൊടുക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൈക്കിൻ്റെ പുറകുവശത്തേക്ക് കണക്ട് ചെയ്യുന്നത് ഈ ഫീമെയിൽ കണക്ടറാണ്. ഇവിടുന്ന് നമ്മൾ 3 കണക്ഷനാണ് പുറത്തേക്ക് എടുക്കുന്നത്. നോക്കുക, ഇതിൽ 3 കണക്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ 3 കണക്ഷൻ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന കണക്ഷൻ നമ്മൾ ഇതേമാതിരിയുള്ള കണക്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ വൈറ്റും ഈ ഗ്രൗണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒറ്റ കണക്ഷനാക്കി മാറ്റും. എന്നിട്ട് ഈ മറ്റേ റെഡ് കണക്ഷൻ നമ്മൾ ഇതിലേക്ക് കൊടുക്കും. റെഡ് ഇതിൻ്റെ പോസിറ്റീവായിട്ടും ഈ 2 കണക്ടറുകൾ ഈ 2 വയറുകൾ നമ്മൾ നെഗറ്റീവ് സിഗ്നലായിട്ടുമായിരിക്കും കൊടുക്കുക. ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ 3 കണക്ഷൻ എടുക്കുന്നു. മൈക്കിൻ്റെ കണക്ടറിൽ നിന്ന് 3 കണക്ഷൻ എടുക്കുന്നു. അത് ഇപ്പുറത്ത് മെയിൽ കണക്ടറിലേക്ക് വരുമ്പോഴും 3 കണക്ഷനായി തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വയറിൽ ഒരെണ്ണത്തിൽ പോസിറ്റീവ് സിഗ്നലും ഒരെണ്ണത്തിൽ നെഗറ്റീവ് സിഗ്നലുമാണ് വരുന്നത്. ഇത് ഗ്രൗണ്ടും. ഇത് നമ്മൾ ഈ മിക്സറിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് വരുന്ന സിഗ്നൽ ഈ മിക്സറിനുള്ളിലേക്ക് കയറിയിട്ട് ഈ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ചേർന്ന് അവിടെ ഈ കണക്ടറിലൂടെ വന്നിരിക്കുന്ന നോയ്സുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പ്യുവറായിട്ടുള്ള സിഗ്നലായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുക. അതിനാണ് ഈ 3 വയറുകൾ അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവിടെ വരുന്നത് ഈ നമ്മുടെ മൈക്കിൻ്റെ ഈ കണക്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 3 കേബിളുകൾ ഇവിടെ വരുമ്പോൾ 2 കേബിളുകളായി മാറും. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഈ നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന പരിപാടി ഇതിനകത്ത് നടക്കുന്നില്ല. ഇതിനകത്ത് ആ നോയ്സോട് കൂടിയുള്ള സിഗ്നലാണ് നമ്മുടെ മിക്സറിലേക്ക് വരുന്നത്. അതേ സിഗ്നൽ തന്നെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇതേപോലെ നോയ്സ് ക്യാൻസൽ ചെയ്യുന്ന ഈ ടെക്നോളജിയിൽ ഉള്ള ഈ കേബിളുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ ബാലൻസ്ഡ് കേബിളുകൾ എന്നാണ് പറയുന്നത്. ബാലൻസ്ഡ് ഔട്ട്പുട്ടായിരിക്കും, ബാലൻസ്ഡ് ഇൻപുട്ടും ആയിരിക്കും അതിന് നമുക്ക് കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ആയിരിക്കും. ഇവിടെ നോയ്സ് കൂടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ കണക്ടറുകൾ മിക്സറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നോയ്സ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇത്തരം കേബിളുകളും ഇത്തരം കണക്ടറുകളും തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. വീഡിയോയിൽ കാണിച്ച മിക്സറിന് റേറ്റ് വരുന്നത് 4500 രൂപയാണ്. കേബിളിൻ്റെ റേറ്റ് അതിൻ്റെ നീളത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത് ഇവിടെ പറയാത്തത്. നിങ്ങൾക്ക് എത്ര മീറ്റർ കേബിളാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. മിക്സർ വേണമെങ്കിലും കേബിൾ വേണമെങ്കിലും മൈക്ക് വേണമെങ്കിലും ഏത് സാധനം വേണമെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.